അതിനുശേഷമാണ് മമ്മൂക്ക അടുത്ത് പറയുന്നത്. അപ്പോഴാണ് മമ്മൂക്ക പറഞ്ഞത് അയാൾ വല്ലാത്തൊരു മീറ്ററാണ്, അതൊന്നും നോക്കിക്കണ്ട ചെയ്തില്ലെങ്കിൽ. മുകേഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഇത് കുഴപ്പമാകും, മറ്റേ ഇത് ഭയങ്കര പ്രശ്നമാണ്, മിമിക്രി ആയിപ്പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞത്. രാംജി റാവു സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആർക്കും വേറെ ഒന്നുമില്ല. അതിനകത്ത് എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് സിദ്ദിഖിലാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ഈ ഡയലോഗ് വേണ്ടെങ്കിൽ അതിന് പകരമുള്ള ഡയലോഗ് വരെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആര് മുന്നോട്ട് പോകണം, ആർക്ക് ചലഞ്ചൊന്നുമില്ല. എഴുതി വെച്ചേക്കുന്ന സാധനം കറക്റ്റായിട്ട് പറയേണ്ട പോലെ പറഞ്ഞൊപ്പിച്ചാൽ കൃത്യമാണ്. ക്യാരക്ടർ യഥാർത്ഥത്തിൽ ഇന്നും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എമ്പുരാനിലുണ്ടാവോ ഉണ്ടെന്നാണ് രാജു പറഞ്ഞത്. എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ഫ്യൂച്ചർ ഇസ് ഡിജിറ്റൽ. എന്റെ തുടക്കം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സോ ഐ സെഡ് യെസ് ടു കെൻമി ഡിജിറ്റൽ അക്കാഡമി. ഒരിക്കല് കൊല്ലത്തുള്ള ഒരു സിനിമാ തിയേറ്ററിന്റെ അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഈ പെട്രോൾ പമ്പിൽ ഒരു യുവാവ് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുക. അപ്പോഴേക്കും തൊട്ടടുത്ത ഒരു തിയേറ്ററിൽ ഭയങ്കര ആൾക്കൂട്ടം. അപ്പൊ ഇയാൾ ഏത് തിയേറ്ററിലാണ്, ഏത് സിനിമയാണ് ഈ ഓടുന്നതെന്ന് ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാൻ നേരത്ത് ബാക്കിൽ നിന്ന് ബാലകൃഷ്ണ എന്നൊരു വിളി. തിരിഞ്ഞു നോക്കി ഈ യുവാവിന്റെ നേരെ ഒരു ആൾക്കൂട്ടം. അങ്ങനെ നടന്നു ചെന്നത് മലയാള സിനിമയിലേക്കായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സായി ചേട്ടൻ, വെൽക്കം. അതോടൊപ്പം വെസൈറ്റിയൽ ആക്ടർ ബിന്ദു പണിക്കർ. ചേട്ടൻ്റെ സിനിമ ഒരു കരിയർ ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ മുഴുനീള ഡയലോഗ്സ് പറയുന്ന സൗണ്ട് മോഡുലേഷൻ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു ആക്ടറായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രത്തിൽ എത്തരത്തിലാണ് ഇതിന്റെ ഒരു സൗണ്ട് മോഡുലേഷൻ, സ്ലാങ് അത്തരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതില് രണ്ട് മൂഡാണ് വരുന്നത്. രണ്ട് മൂഡിനും അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ചേഞ്ചസ് നിങ്ങൾ കാണൂ, കണ്ടിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. അപ്പം ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച് എതിർച്ച വരേണ്ടി വന്നതാണ് ഈ സിനിമയിൽ. പിന്നെ സൈച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനൊന്നും വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തിരക്കും ഈ മൂവി ഇത് കഴിഞ്ഞിട്ട് വേണം പിറ്റേ ദിവസം സ്റ്റെഫിയുടെ പടത്തിന് ടൈലൻറ്റിന് പോകാൻ. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡയറക്ടർ സൈച്ചൻ്റെ അടുത്ത് അപ്പം എല്ലാം കൂടെ ഹർബറിയാണ്. ആ സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡയറക്ടർ വന്ന് ചോദിച്ചപ്പോൾ പിന്നെ മാത്രമല്ല എന്താ അറിയോ, ഒരു ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനെ പോലെ ആയിരുന്നില്ല. വളരെ വളരെ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് സഹകരിച്ച് പോകുന്ന പോലായിരുന്നു. അപ്പം ഡയറക്ടർ വന്ന് സംസാരിച്ചപ്പോൾ അറിയാവുന്ന ആളാണ്. അപ്പം അദ്ദേഹം വന്ന് ചോദിച്ചപ്പോൾ ഇവർ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെട്ടിട്ടാണ് സമ്മതിച്ചത്. പിന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാക്കി പോണത് നമുക്കൊരു വിഷമമല്ലേ, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയതല്ലേ. പിന്നെ നമ്മുടെ ഇത് ചെയ്യുക. ഈ രാംജി റാവു സ്പീക്കിംഗ് സിനിമ കാണാൻ നേരത്ത് ഇന്നും ഞങ്ങളുടെ ജനറേഷൻ ആവർത്തിച്ച് കാണുന്നതാണ്. ഒരു മഞ്ഞ ഷർട്ടുകാരനെയും കൂടെയുള്ള ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ചേട്ടൻ്റെ സത്യം പറഞ്ഞ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ചിത്രമായിരുന്നല്ലോ അത് ബേസിക്കലി. അപ്പം ആ ചിത്രത്തില് ഇപ്പം നമുക്കറിയാം ഇന്നസെന്റ് ചേട്ടൻ എന്നൊക്കെ പറയുന്നത് ഒരു ടൈമിങ്ങിൽ കോമഡി പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പൊ മുകേഷ് ചേട്ടനാണെങ്കിൽ ആ ടൈമിലൊക്കെ ഇങ്ങനെ കത്തിക്കേറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴേക്കും അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് പ്രസന്റ് ചെയ്യുക ഒരു 1000-400 ഇല്ലെങ്കിൽ 4000 നാടകം കളിച്ച ഒരു എക്സ്പീരിയൻസോടെയാണ് അവിടെ ചെന്നെത്തുന്നത്. അപ്പം ആ ഒരു ഇതെങ്ങനെയുണ്ടായിരുന്നു? ചലഞ്ചിങ് തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്നത്. എനിക്കങ്ങനെ ചലഞ്ചിങ് ആയിട്ടൊന്നും തോന്നാറില്ല. അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ തന്നെ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാനേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ചലഞ്ചൊന്നും വെക്കാൻ പറ്റില്ല. ചിലപ്പം നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഗിവ് ആൻഡ് ടേക്ക് എന്നല്ലേ. അപ്പം അവരിങ്ങോട്ട് തരുമ്പോൾ നമുക്കതങ്ങോട്ട് കൊടുക്കാൻ തോന്നും. പക്ഷേ നമ്മളെക്കാളും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ അഭിനയിക്കാൻ പറ്റുന്നില്ലാത്ത ഒരാളാണ് അടുത്ത് നിൽക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് താഴ്ന്നു വരും. നമ്മൾ കഥാപാത്രത്തിനെയും ഒന്ന് അവരോടൊപ്പം ഒന്ന് എത്തിക്കും. ഇല്ലെങ്കിൽ ആ കഥാപാത്രം ഒന്നും അല്ലാതായി. ഓപ്പോസിറ്റ് ആരാണോ അതിൻ്റെ എഫക്റ്റാണ്. പിന്നെ അഫ്കോഴ്സ് രാംജി റാവു സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആർക്കും വേറെ ഒന്നുമില്ല. അതിനകത്ത് എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് സിദ്ദിഖിലാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ഈ ഡയലോഗ് വേണ്ടെങ്കിൽ അതിന് പകരമുള്ള ഡയലോഗ് വരെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം
ആര് മുന്നോട്ട് പോകണം, ആർക്ക് ചലഞ്ചൊന്നുമില്ല. എഴുതി വെച്ചേക്കുന്ന സാധനം കറക്റ്റായിട്ട് പറയേണ്ട പോലെ പറഞ്ഞൊപ്പിച്ചാൽ കൃത്യമാണ്. ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാൻ നേരത്ത് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തുടക്കകാലം മുതൽ ഞങ്ങളൊക്കെ ആവർത്തിച്ച് കാണുന്ന പല ചിത്രങ്ങളിലും, ഇപ്പൊ കോമഡി ആണെങ്കിലും ഈ പറഞ്ഞ റോഷാക്ക് അടക്കം അതിനു മുമ്പുള്ള പല ചിത്രങ്ങളിലും നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ആണെങ്കിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വാത്സല്യത്തിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ പല ലേയേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആക്ടർ എന്ന അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? എനിക്ക് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നൊന്നും പറയുമ്പോൾ എനിക്കറിയില്ല. എനിക്ക് ആ സമയങ്ങളിൽ വന്ന ക്യാരക്ടേഴ്സൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, പിന്നെ ചെയ്ത് ബൽപ്പിക്കുക, അത് അത്രത്തോളം വിജയിക്കുകയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഇപ്പം എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് എല്ലാം അതുപോലെ വന്ന അങ്ങനെ അത്രയും വേഷങ്ങളായിരുന്നു. അപ്പൊ അതിലൂടെ കടന്നു. അത് ചൂസ് ചെയ്യാന്നൊന്നും നമ്മളെ ചൂസ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരുന്നു ചൂസ് ചെയ്തത്. അതെ. കാരണം അയാളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വേഷം അയാൾക്ക് ചെയ്യാൻ പറ്റും, അത് അവരുടെ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിന് തെറ്റ് പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഭാഗ്യം. അതെ അതെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹീറോ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഇന്ന കഥാപാത്രം മതി അല്ലെങ്കിൽ ഇന്ന കഥാപാത്രം വേണ്ട എന്നുള്ളത്. നമ്മൾ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യും. പേര് ആൻറ്റി ഹീറോ എന്നാണെങ്കിലും വില്ലനാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത് മൊത്തം. ഹീറോയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്, ഘടകങ്ങളുണ്ട്. സ്ക്രിപ്റ്റ് തന്നെ പ്രധാന ഘടകമാണ്, ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് അത് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് കംപ്ലീറ്റ് എല്ലാവരും ഈ ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനാണ്. പിന്നെ വില്ലൻ്റെ കൂടെയുള്ള ചില കുറച്ച് ഗുണ്ടകളും അവർ മാത്രമാണ്. ഈ പാവങ്ങളാണ് സ്ട്രെങ്ത് ആകുമ്പോഴാണ് ഹീറോയിസ് അവിടെ പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത് ചൂസ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം നടക്കില്ല. ഇപ്പോൾ ഒരു ഹീറോയ്ക്കാണെങ്കിൽ അയാൾക്ക് അത് പറയാം, എനിക്ക് ആ കഥാപാത്രം വേണ്ട, നമുക്ക് വേറെ ഒരെണ്ണം പിടിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാം. പക്ഷെ നമുക്കിപ്പോൾ വന്നിട്ട് വലിയേട്ടലിനെ വേഷം ചെയ്ത് അത് വേണ്ട, പിന്നെ വേറെ ഏത് വേഷമോ നമുക്ക് ചെയ്ത വേഷം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആ വേഷം ശിവരാമൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അവസ്ഥകളാണ്. എങ്കിലും ഈ സ്വഭാവ നടൻ എന്ന അർത്ഥത്തില് ഇപ്പൊ ഒരു വർഷം ഒരു നായിക ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നടൻ 1 2 ഇല്ലെങ്കിൽ കൂടി പോയൊരു 36 അഭിനയിച്ച ഇയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ സ്വഭാവ നട ക്യാരക്ടേഴ്സ് അത്തരത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഒരു വർഷത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടിയും അതിന്റെ ഒരു മാനറിസങ്ങളെയൊക്കെ ഫിക്സ് ചെയ്യേണ്ടിയും വരും. അത് എത്രയും ഡിഫിക്കൽട്ടാണ്? അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം നായിക കഥാപാത്രങ്ങൾ 36 എണ്ണം ചെയ്യുമ്പോൾ 36 എണ്ണത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വില്ലനിസം എല്ലാം വില്ലനിസം തന്നെ അല്ലേ? ഒന്നീ പണം അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും വില്ലനിസം ഉള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് മാനറിസങ്ങളും നേരത്തെ ചെയ്ത പടത്തിനകത്തുനിന്ന് ഒരു വ്യത്യസ്തത ഇതിനകത്ത് കൊണ്ടുവരാനും വരിക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു സഹായത്തോടെ ഡയറക്ടറിൻ്റെ ചെറിയൊരു തഴുകലോടെ നമ്മൾ അതിനകത്തുനിന്ന് വേറൊരു വഴി കൂടെ ഇങ്ങനെ കയറി പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിപ്പോൾ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. അത് വളരെ പാടാണ് അത്. ഈ അതേപോലെ തന്നെ ഇപ്പൊ CB സീരീസിന്റെ അകത്ത് സുമാരേട്ടനെ പോലത്തെ ഒരു ലെജൻഡറി ആക്ടർ തൊട്ട് വെച്ചൊരു സംഗതിയെ വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ചെറിയൊരു മാനറിസം കൂടെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പാളിപ്പോകാവുന്ന കൃത്യമായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണല്ലോ ഏറ്റെടുത്ത് ചെയ്തത്. അപ്പം അതും ഈ പറഞ്ഞ ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയായിരുന്നു. ആ ടാസ്ക് ഞാൻ സ്വയം ഏറ്റെടുത്തതാണ്. എന്നുവെച്ചാൽ അല്ലാതെ ആ കഥാപാത്രം നിൽക്കാൻ പറ്റില്ല. അതിന് സുഖേട്ടൻ ചെയ്ത പോലീസ് ഓഫീസർക്ക് പകരമായിട്ട് വരുന്നൊരു ഓഫീസർ എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സുഖേട്ടനെ മാനേഴ്സും കൂടെ ചേർത്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് മകനാക്കിയത്, പുള്ളിയുടെ മകനായിട്ട് തന്നെ ആക്കിയത്. അപ്പോൾ പിന്നെ അപ്പൻ്റെ പരിപാടി വരാമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണത്. പക്ഷെ അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം അത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അത് മിമിക്രി ആരെങ്കിലും ആണോ ഡബ് ചെയ്തേക്കുന്നത്? ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ തന്നെയാണ് ഡബ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചിലവരെ നമുക്കൊന്ന് കടമെടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ പൂർണ്ണമായി അനുകരിക്കുക എന്നുള്ളതല്ല. ഇപ്പം സുഖേട്ടൻ്റെ ക്യാരക്ടർ ചെയ്തപ്പോൾ സുഖേട്ടനെ ഒന്ന് ചെറുതായിട്ട് അതിലേക്കൊന്ന് ടച്ച് ചെയ്താലേ ആ കഥാപാത്രം നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് അതിൻ്റെ ഒരു ബലം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ലെജൻസിനെ പതുക്കെ ഒരു കൈയോടൊന്ന് സ്വീകരിക്കും.
സുഹൃത്തിനായിട്ട് ഭയങ്കര വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന്റെ സ്ക്രീനിലെ ഒരു എക്സ്പീരിയൻസ് അല്ല, കൂടുതലും പരിചയത്തിലുള്ള ഒരു ഇടപഴകിയ ഒരാളെയാണ് ചെറിയ ലേസ് എടുത്തത്. എനിക്ക് അതുകൊണ്ട് എപ്പോഴൊക്കെ സുഹൃത്തിന് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നെങ്കിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു ധാരണയുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ആ ഒരു മാനറിസത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു കൃത്രിമത്വം വന്നിട്ടില്ല. എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് ചെയ്യുന്ന പോലെ തോന്നാതെ വന്നത് സുഹൃത്തിന് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. സുഹൃട്ടൻ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയും. ഈ ബാക്കിയുള്ള ഇപ്പൊ നമുക്ക് അടക്കമുള്ള ആളുകൾ ഈ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, നോക്കി ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോഴൊരു ആക്ടർ എന്ന അർത്ഥത്തിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ത്വര അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ അത് ഏറ്റെടുത്തപ്പോൾ? ഞാൻ എൻ്റെ ഫ്രണ്ട് VC സാബു എന്ന് പറഞ്ഞ അവരുടെ അടുത്താണ് ആദ്യം ഇത് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് സുഹൃത്ത് പറയുന്നത് പറഞ്ഞു. അപ്പോൾ അവൻ ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നുവെച്ചാൽ നാടകത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അവനത് സത്യസന്ധമായിട്ടേ പറയുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും, അപ്പം തന്നെ പറയും. അപ്പോൾ ആ കാര്യങ്ങളിൽ കുറച്ച് അറിവ് കൂടുതലുള്ള ആൾ ഇപ്പം ഇല്ല, ആൾ മരിച്ചുപോയി. അതിനകത്ത് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ്റെ കൂടെ ഓപ്പോസിറ്റ്, അല്ല ജനാർദ്ദൻ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു മുതലാളി. അത് കഴിഞ്ഞ ശേഷമാണ് മത്സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അതിന് ശേഷമാണ് മമ്മൂക്ക അടുത്ത് പറയുന്നത്. അപ്പോഴാണ് മമ്മൂക്ക പറഞ്ഞത് അയാൾ വല്ലാത്തൊരു മീറ്ററാണ്, അതൊന്ന് നോക്കിക്കണ്ട് ചെയ്തില്ലെങ്കിൽ. മുകേഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഇത് കുഴപ്പമാകും, മറ്റേ ഇത് ഭയങ്കര പ്രശ്നമാണ്, മിമിക്രി ആയിപ്പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഫാക്ടറും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ ധൈര്യത്തിലൂടെ തന്നെ ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒരു സമയത്ത് ദൈവം തരുന്ന സംഭവങ്ങളാണ്. റോഷാക്കിലെ ഗംഭീര പെർഫോമൻസിന് ശേഷം യഥാർത്ഥത്തിൽ വരുന്ന ക്യാരക്ടേഴ്സുകൾ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ചേച്ചിക്ക്? അത് തന്നെയാണ് മധുര മനോഹരം. റോഷാക്ക് കഴിഞ്ഞിട്ട് അതുപോലത്തെ ഒന്നും അല്ല വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാരിവില്യൻ കോപ്പി, അതും ഒരു അമ്മ ക്യാരക്ടർ, അങ്ങനെയാണ്. ഈ ചേച്ചിയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഈ കോമഡിയെ തന്നെ പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ സ്ലാപ്സിക് ആണെങ്കിലും ചില കണ്ണും മുഖത്തിന്റെ അത് ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് കൊണ്ട് അതിനെ പല ഇപ്പൊ ഡ്രാമാറ്റിക് ആക്കാൻ കഴിയും. അത്തരത്തിൽ ക്യാരക്ടറിനെ എങ്ങനെയാണ് അതിനെ ബിൽഡ് ചെയ്ത് വരിക? അയ്യോ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞാനങ്ങനെ സ്വയം ബിൽഡ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. ചിലപ്പം ആ ക്യാരക്ടർ ആവുമ്പോൾ ആ ക്യാരക്ടർ എന്താണോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു കൃപ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ആ ക്യാരക്ടർ എന്താണോ അതവർ പറയുന്നു, ആ ക്യാരക്ടർ ആവുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ വന്നു പോകുന്നതായിരിക്കും. നിങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം. എനിക്ക് തോന്നുന്നത് ഈ നമ്മളിപ്പോൾ പലരും നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടു പോകുന്നുണ്ട്. ഇത് പക്ഷേ എന്ന് വെച്ചിട്ട് അവരുടെ പുറകെ നടന്നിട്ട് പഠിച്ച് അഭിനയിക്കാനൊന്നും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, നമ്മുടെ മനസ്സിനകത്ത് പല പല മാനറിസങ്ങളും അവരുടെ കണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു കഥാപാത്രം തരുമ്പോൾ ഇതേപോലെ ആയിരിക്കുമല്ലോ, അന്ന് അത് അയാൾ അന്ന് ചെയ്തത് അങ്ങനെയാണല്ലോ, അന്ന് അതൊന്ന് ഇട്ട് നോക്കിയാലോ, അങ്ങനെ ഈ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതും നമ്മൾ മറന്നുപോയതാരും ആ സമയങ്ങളിൽ ഓർമ്മ വരുന്ന സമയത്താണ് ചിലപ്പോൾ ചില ക്യാരക്ടറിന് അങ്ങനെ ഒരു മാനറിസത്തിലേക്ക് കയറി പോകുന്നത്. ഈ ലൂസിഫറിലെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ ഇന്നും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എമ്പുരാനിലുണ്ടാവോ? ഉണ്ടെന്നാണ് രാജു പറഞ്ഞത്. അത് ഞങ്ങളെല്ലാരും കാത്തിരിക്കും. വർമ്മ സാർ എന്ന് പറഞ്ഞൊരു ഗംഭീരമായിട്ടുള്ള സംഗതി. ലൂസിഫറിന്റെ അത് യഥാർത്ഥത്തിൽ ചെറുപ്പം മുതൽ അറിയുന്ന ഡയറക്ടർ ആകുന്നു. അത്തരത്തിലുള്ള ഒരു കാഴ്ചയും കൂടെയാണല്ലോ എന്നോടൊപ്പം നടന്നത്. ഇപ്പൊ വർമ്മ സാറ് ഒരു തള്ള് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനപ്പുറം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഗതിയും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ കൊച്ചിലെ മുതലറിയുന്ന ഒരു പ്രിയ സുഹൃത്തിന്റെ മകൻ വന്ന് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു മുഹൂർത്തം. അയ്യോ, അതൊരു വലിയ സന്തോഷമല്ലേ? തീർച്ചയായും. അത് ഒന്നാമത്തെ കാര്യം, നന്ദനം സിനിമയിൽ ഞാനുണ്ട്. അത് കഴിഞ്ഞിട്ട് രാജു ഡയറക്റ്റ് ചെയ്ത പടത്തിലും ഞാനുണ്ട്. സത്യത്തിൽ ഞാൻ അന്ന് പറഞ്ഞാണ് എൻ്റെ കാലിലൊരു വേദന ഉണ്ടാണ്, ഞാൻ ഇല്ല. സിദ്ധു പണിക്കലാണ് വിളിച്ചത്. അപ്പം ഞാൻ ഇല്ല, കാരണം നമുക്ക് രാജു അവൻ ആദ്യം ചെയ്യുന്ന പടമാണ്. അപ്പം ഞാൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അത് കുളമാക്കിയിട്ട് തിരിച്ചു വരണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇതില്ല, എനിക്ക് കാലിനിങ്ങനെ ഇല്ലാത്തോണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ധുവിന്റെ ഫോൺ വന്നപ്പോൾ രാജു വന്നു. എന്താ ചേട്ടാ? ഞാൻ പറഞ്ഞു, കാലിനിങ്ങനെ വരുന്നത്. ആ ചേട്ടാ ഇപ്പൊ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നടക്കും. ആ അങ്ങനെ അതാണ് എൻ്റെ കഥാപാത്രം. അതല്ല ഇപ്പൊ വീൽ ചെയറിലാണ് ഇരിക്കുന്നെങ്കിൽ അതാണ് കഥാപാത്രം.
അതല്ല ചേട്ടൻ വടിയും കുത്തി പിടിച്ചാൽ ഇറക്കണമെങ്കിൽ അതാണ് നമ്മുടെ കഥാപാത്രം. അപ്പൊ നമ്മൾ ചെയ്യുന്നു ശരി എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. പിന്നെ രാജുവിനടുത്ത് എന്താ പറയാ, ഈ വർമ്മ സാർ ഗംഭീരമാണ് കേട്ടോ. ആ വില്ലനിസത്തിന്റെ വേറൊരു തലമൊക്കെ ബേസിക്കലി സത്യം പറഞ്ഞാൽ ചിരിച്ചോണ്ട് സാധനം പ്രസന്റ് ചെയ്യുന്ന ഒരു